കലാം സാർ ഒരിക്കൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. ആ ശീലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കും. ഈ വാക്കുകൾ തീർത്തും സത്യമാണ്. നമ്മൾക്ക് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതെല്ലാം നമ്മുടെ കർമ്മങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ്. നമ്മളുടെ ശീലങ്ങളാണ് ഈ കർമ്മങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെയും ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ച 4 പ്രധാനപ്പെട്ട ശീലങ്ങളെ കുറിച്ചാണ്. ഈ 4 ശീലങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയാൽ ഞാൻ ഉറപ്പു തരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യത്തെ ഹാബിറ്റാണ് ഡു മോർ ടോക്ക് ലെസ്. ഒരുപാട് വർക്ക് ചെയ്യുക, പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കാതിരിക്കുക. ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ് ആൻഡ് ലെറ്റ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ്. കഷ്ടപ്പെടണം, വിജയിച്ചിരിക്കുമെന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ കഷ്ടപ്പെടുക. നിങ്ങൾക്ക് മറ്റൊരാളെയും ഒന്നും ബോധിപ്പിക്കാനില്ല, കാരണം ഒരു ദിവസം തീർച്ചയായും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത കഷ്ടപ്പാടിന്റെ ഫലങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയും നിങ്ങളുടെ വില എന്താണെന്ന്. നിങ്ങളെ ഏതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ നോക്കിയാലും അവരൊരിക്കലും അവരുടെ പ്രവൃത്തികളും അവരുടെ കഷ്ടപ്പാടുകളും അവരെന്തൊക്കെ ചെയ്തു എന്നും അവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നുവെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. കാരണം അവർക്കത് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി അവരുടെ റിസൾട്ട്സ് ആണ് ലോകത്തോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കും ആരോടും നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുഴുവൻ ഫോക്കസും നിങ്ങളുടെ കർത്തവ്യം എന്താണോ അതിൽ മാത്രമായിരിക്കണം. നിങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങൾ വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കർമ്മത്തിൽ ശ്രദ്ധിക്കുക, സംസാരത്തിലല്ല. രണ്ടാമത്തെ കാര്യമാണ് യൂസ് യുവർ ടൈം പ്രോപ്പർലി. മാർക്ക് സക്കർബർഗിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമായിരിക്കും. അദ്ദേഹം എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെന്ന് വിചാരിച്ചാൽ ആയിരക്കണക്കിന് തുണിക്കടകൾ സ്വന്തമായി മേടിക്കാൻ സാധിക്കും. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് എല്ലാ ദിവസവും ധരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? അദ്ദേഹത്തിനോട് ഇതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞ ഇതാണ്, എന്റെ അടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനെന്റെ അമൂല്യമായ സമയം ഇതുപോലെ അനാവശ്യ കാര്യങ്ങളിൽ ചെലവാക്കണം? ഇന്നെന്ത് ധരിക്കണം, നാളെ എന്ത് ധരിക്കണം എന്ന ചിന്തയിൽ വെറുതെ നമ്മുടെ സമയം പാഴായി പോകുന്നു. ആ സമയം ലാഭിക്കാനായി അദ്ദേഹം തീരുമാനിച്ചത് ജീവിതകാലം മുഴുവൻ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാമെന്നാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം എത്രമാത്രം തന്റെ സമയത്തിന് വില നൽകുന്നു എന്നതാണ്. അദ്ദേഹം ഓരോ മിനിറ്റിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നു, ഹൗ ടു യൂസ് 1 മിനിറ്റ് പ്രോപ്പർലി എന്ന്. എന്നാൽ നമ്മളോ പലപ്പോഴും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങൾ പോലും പാഴാക്കി കളയുന്നു. ചില ആളുകളാവട്ടെ അവരുടെ ജീവിതകാലം മുഴുവൻ പാഴാക്കി കളയുന്നു, എന്നിട്ടൊന്നും പശ്ചാത്തപിക്കുന്നു പോലുമില്ല. നിങ്ങൾക്ക് പാഴാക്കാൻ ഒരുപാട് സമയം ലഭിച്ചേക്കും, പക്ഷെ ആ പാഴാക്കി കളയുന്ന സമയമൊന്നും ഒരിക്കലും തിരിച്ചു വരില്ല. അതുകൊണ്ട് ഓരോ മണിക്കൂറിന്റെയും ഓരോ മിനിറ്റിന്റെയും ഓരോ നിമിഷത്തിന്റെയും വില മനസ്സിലാക്കി അത് ശരിയായി ഉപയോഗപ്പെടുത്തുക. മൂന്നാമത്തെ ശീലം, ലേൺ ത്രൂ ഔട്ട് യുവർ ലൈഫ് ടൈം. ഡോക്ടർ APJ അബ്ദുൽ കലാം, മാർക്ക് സക്കർബർഗ്, ബിൽ ഗേറ്റ്സ്, വാരൻ ബഫറ്റ്, സ്റ്റീവ് ജോബ്സ്, ദേ ഓൾ ആർ ലൈഫ് ടൈം ലേണേഴ്സ്. അവരൊരിക്കലും അറിവ് നേടുന്നത് നിർത്തിയിട്ടില്ല. ബിൽ ഗേറ്റ്സ് എല്ലാ ആഴ്ചയിലും ഒരു പുസ്തകം വായിക്കും. വാരൻ ബഫറ്റ് ഓരോ ദിവസവും 5 മണിക്കൂർ പുസ്തകങ്ങൾ വായിക്കുന്നു. ബിൽ ഗേറ്റ്സിന്റെ വയസ്സ് 64, വാരൻ ബഫറ്റ് 90 വയസ്സ്. ഈ പ്രായത്തിൽ പോലും അവർ പഠിക്കുന്നത് നിർത്തിയിട്ടില്ല. പഠിക്കുന്നതിനൊരു പ്രായപരിധിയും ഇല്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. കലാം സാർ പറഞ്ഞ മറ്റൊരു വാക്യമാണ്, ലേണിംഗ് ഗിവ്സ് യു ക്രിയേറ്റിവിറ്റി. എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അറിവ് നേടുന്നത് നിർത്തരുത്. കാരണം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഒരു നാൾ തീർച്ചയായും അതൊക്കെ അവൻ തരണം ചെയ്തിരിക്കും. നാലാമത്തെ ശീലം, ടോക്ക് ടു യുവർ സെൽഫ്. എല്ലാ ദിവസവും സ്വയം സംസാരിക്കുക. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് സ്വന്തം മനസ്സിനോട് സംസാരിക്കുക. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്. ആളുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനാണ് കൂടുതൽ താല്പര്യം. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നു, പക്ഷെ സ്വന്തം ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ആരൊക്കെയാണോ സ്വന്തം ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, അവർക്ക് അടുത്തതായി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഒരു ആശയം ഉണ്ടായിരിക്കും.
അവരുടെ മനസ്സിലേക്ക് എപ്പോഴും ഒരു സന്ദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഞാൻ എന്താണ് ചെയ്യുന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്ന്. അത് തെറ്റാണെങ്കിൽ അവരുടെ മനസ്സിൽ തിരിച്ചറിവുണ്ടാകും, അത് തെറ്റാണ്, നാളെ മുതൽ അത് ചെയ്യരുതെന്ന്. അതുകൊണ്ട് എല്ലാ ദിവസവും സ്വയം സംസാരിക്കുക. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും സ്വന്തം മനസ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഏതു വ്യക്തിയാണോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത്, ആ വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ്. ഇതാണ് ഇന്റലിജൻസിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ. അവസാനമായി ഒന്നുകൂടെ ആ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡു മോർ, ടോക്ക് ലെസ്, യൂസ് യുവർ ടൈം പ്രോപ്പർലി, ലേൺ ത്രൂ ഔട്ട് യുവർ ലൈഫ് ടൈം, ടോക്ക് ടു യുവർ സെൽഫ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൊണ്ട് മറ്റാർക്കെങ്കിലും സഹായമാകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ